ഇന്ന് നമുക്ക് ഒരു വലിയ ലാവ പീഠഭൂമിയിലെ വെള്ളച്ചാട്ടങ്ങൾ കണ്ടാലോ. ബ്രിട്ടീഷ് കൊളംബിയയിലെ ക്ലിയർ വാട്ടർ ഡിസ്ട്രിക്റ്റിലുള്ള വെൽസ്ഗ്രെ പ്രൊവിൻഷ്യൽ പാർക്കിലാണ് ഈ വെള്ളച്ചാട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ക്ലിയർ വാട്ടർ നദിയാണ് ഈ ഒഴുകുന്നത്. ഇത് ഹെൽമക്കൺ വാട്ടർഫോൾസ്. ഏതാണ്ട് 141 മീറ്റർ ഉയരമുണ്ട് ഇതിന്. 10,000-കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ അഗ്നിപർവ്വത സ്ഫോടനമുണ്ടായതിനെ തുടർന്ന് ഒഴുകിയിറങ്ങിയ ലാവ ഒരു നദി പോലെ ഒഴുകി ഏതാണ്ട് 150 മീറ്റർ കനമുള്ള അതിവിശാലമായ ഒരു ലാവ ബെഡ് രൂപം കൊണ്ടു. അവിടെ നിന്നും അല്പം ദൂരം താഴോട്ട് പോകുമ്പോൾ ഒരു മലയിടുക്കിൽ കുത്തനെ താഴോട്ട് പതിക്കുന്ന ഒരു വലിയ വെള്ളച്ചാട്ടമുണ്ട്. ഇതാണ് സ്പാഹാറ്റ്സ് വാട്ടർഫോൾസ്. ഇതിന് ഏതാണ്ട് 71 മീറ്ററാണ് ഉയരം. ഇതിന്റെ വശങ്ങളിലും ലാവ പാറക്കെട്ടുകൾ ഗിരികന്ധരങ്ങളായി കാണാം. കാലങ്ങളോളമുള്ള നദിയുടെ ഒഴുക്കും മഞ്ഞുകട്ടകളുടെ ഒഴുക്കും മൂലം നദിയുടെ അടിത്തട്ടും വശങ്ങളും തേയ്മാനം സംഭവിച്ച് ഈ മനോഹരങ്ങളായ വെള്ളച്ചാട്ടങ്ങളും ഗിരികന്ധരങ്ങളും രൂപം കൊണ്ടു. അടുത്തു തന്നെയുള്ള മറ്റൊരു വെള്ളച്ചാട്ടമുണ്ട്. അതിന്റെ പേര് ഡോസൺ ഫോൾസ്. നമ്മുടെ നാട്ടിലെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ ഒരു മോഡൽ. പരന്നൊഴുകുന്ന ഒരു വെള്ളച്ചാട്ടം. ഭയങ്കര ഭംഗിയാണിത് കാണാൻ. ഇരുവശങ്ങളിലും നിബിഡമായ വനങ്ങളാണ്. കരടി ഉൾപ്പെടെ ഒരുപാട് വന്യമൃഗങ്ങളും ഇവിടെയുണ്ട്. ഞങ്ങൾ ഉച്ചഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുപോയതുകൊണ്ട് കഴിച്ചു. ഇല്ലെങ്കിൽ ഇവിടെ ഈ വനത്തിൽ ഭക്ഷണം എവിടെയും കിട്ടില്ല. നിബിഡ വനമല്ലേ. ഞങ്ങൾ പോകുന്ന വഴിയില് കാട്ടുതീ മൂലം കത്തിപ്പോയ കുറേ പ്രദേശങ്ങൾ കണ്ടു. ഈ കാനഡയില് നിബിഡ വനങ്ങളിൽ സമ്മർ സീസണിൽ കാട്ടുതീ പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മിക്ക വർഷങ്ങളിലും കാട്ടുതീ ഉണ്ടാകും. പൈൻ, ഫിർ, സ്പ്രൂസ് തുടങ്ങിയ കോണിഫറസ് മരങ്ങളിൽ എണ്ണയുടെ അംശം കൂടുതലുള്ളതിനാൽ തീ എളുപ്പത്തിൽ പടർന്നു പിടിക്കും. പിന്നെ വരണ്ട കാലാവസ്ഥയും കാറ്റും ഇതൊക്കെ തീയുടെ വ്യാപനത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. കുറേയേറെ സ്ഥലങ്ങൾ വരണ്ട പാറക്കെട്ടുകൾ മാത്രമുള്ളതായി കാണാം. ഒരു മരുഭൂമി പോലെ. ഇവിടെ ഇപ്പോൾ ഫോൾ സീസൺ ആണ്. അതായത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങൾ. ആദ്യം മരങ്ങളുടെ ഇലകളൊക്കെ പഴുത്ത് നല്ല മഞ്ഞ നിറത്തിലാകും. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അത് ചുമന്നു വരും. പിന്നെയും കുറച്ച് ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ ബ്രൗൺ നിറമായിട്ട് പൊഴിയാൻ തുടങ്ങും. ഇങ്ങനെ മൾട്ടി കളർ പ്രകൃതിയുടെ കാഴ്ച അതിസുന്ദരമായൊരു കാഴ്ചയാണ്. അതോടുകൂടി വിന്റർ സീസണിന്റെ വരവാണ്. തുടർന്ന് കാനഡ മുഴുവനും മഞ്ഞിന്റെ പിടിയിലാകും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.